ഈ ആഖിറുസ്സമാനി കാലത്തിന്റെ അവസാനം ഖിറദത്തൻ വ ഖനാസീറ കുരങ്ങന്മാരും പന്നികളുമായിട്ട് കോലം വരയ്ക്കപ്പെടുകയുള്ളൂ. സഹാബത്ത് പേടിച്ചു. ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ ആ മുസ്ലിമൂനഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അവർ മുസ്ലിമീങ്ങളാണോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ സംശയം? ഞാൻ അതെ, യശ്ഹദൂന അവർ സാക്ഷ്യം വഹിക്കും അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന്, വ അന്നീ റസൂലുള്ളാഹ് ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. പോരാ യുസല്ലൂന അവർ നിസ്കരിക്കും, വ യസൂമൂന അവർ നോമ്പ് നോക്കുകയും ചെയ്യൂ എന്ന് പറഞ്ഞു. സഹാബത്ത് ആകെ പേടിച്ചു. സഹാബത്ത് ചോദിച്ചു, ഫമാ ബാലുഹും യാ റസൂലല്ലാഹ്, അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലേ എന്താണ് അവസ്ഥ? ഒരു മൂമിനുകൾ എന്തിനാണ് ഇങ്ങനെ കോലം മറിക്കപ്പെടുന്നത്? അപ്പൊ അവിടുന്ന് പറഞ്ഞു, യത്തഖിദൂനൽ മആസിഫ, അവര് വിനോദയന്ത്രങ്ങൾ ഉപയോഗിക്കൂ. വിനോദയന്ത്രങ്ങൾ എന്താണ് ആ സാധനം? എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ടെലിവിഷൻ പുറത്തു വന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, നേരത്തെ മുല്ലക്കോയ തങ്ങൾ എഴുതിയ ലിസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഓരോരുത്തർ പോയി ചോദിച്ചപ്പോ ഇതിനെപ്പറ്റി ശരിക്കും ഇങ്ങനെ വിചാരണ ചെയ്തു. എന്നിട്ട് അത് ആസിഫിൽപ്പെട്ടതല്ലേ, അത് വിനോദയന്ത്രമാണ് എന്ന് പറഞ്ഞു. വേറെ ഒരു മഹാനോട് ചോദിച്ചപ്പോ പറഞ്ഞു, അത് തങ്ങൾ പറഞ്ഞതുപോലെ വിനോദയന്ത്രം തന്നെ, പക്ഷെ അതിൽ നല്ലതൊക്കെ ഉപയോഗിക്കാം എന്നൊരു ഫത്വ ലഭിക്കുകയുണ്ടായി. ഏതായാലും ഇരിക്കട്ടെ. അങ്ങനെ പിന്നീട് ഈ വിനോദയന്ത്രം ഇങ്ങനെ പരിഷ്കരിച്ചു പോന്നു. ഇന്ന് ഏറ്റവും വലിയ വിനോദയന്ത്രം അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്ന മൊബൈൽ ഫോണുകളാണ്. അല്ല എന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക? അത് ഉപയോഗിക്കും ഈ കോലം വയ്ക്കപ്പെടുന്നത്. പോരാ, ഈ കള്ളുകൾ കുടിക്കും. കള്ളുകൾ കുടിക്കും, അതും നബിന്റെ മോചിതത്താണ്. അന്ന് കള്ളുകൾ ഉണ്ടായിരുന്നില്ല, കള്ളേ ഉണ്ടായിരുന്നത്. ഇന്ന് കള്ളുകൾ. ആ മുസ്ലിം സുഹൃത്തോട് ചോദിച്ചതാണ്, അല്ല കള്ള് പല ജാതി ഉണ്ടോ? അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അത് ചോദിക്കുന്നത്? അത് നമ്മുടെ പ്രവാചകന്റെ ഒരു പ്രവചനം ഉണ്ട് ഇങ്ങനെയാന്ന് പറഞ്ഞു. ഓ, നിങ്ങളുടെ പ്രവാചകൻ വലിയ ദീർഘദൃഷ്ടിയുള്ള ആള് തന്നെ, കുറെ കള്ളുകൾ പലതും ഉണ്ട്. അപ്പൊ ഈ കള്ളുകൾ കുടിക്കും. അങ്ങനെ ഫയബീതൂന അവര് രാത്രി കഴിച്ചുകൂട്ടും. അലാ ലഹ്വിഹിം അവരുടെ കളിയുടെ മേൽ, വശറാബിഹിം അവരുടെ കുടിയുടെ മേലും. അങ്ങനെ ഫയുസ്ബിഹു അവരെന്ന് പ്രഭാതത്തിൽ പ്രവേശിക്കും. വഖദ് മുസിഹു അവർ കോലം മറിക്കപ്പെട്ടിരിക്കുന്നു ആ സ്തുതിയിൽ. ഇത് നടന്നോ? ഇത് ചെറിയ അടയാളത്തിൽ അവസാനത്താണ് കണ്ടെടുത്തോളം. ഇത് നടന്നോ? ഓ, അത് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. അല്ലാഹു കാക്കട്ടെ. വളരെ ഗൗരവമുള്ളതാണ്. കോലം മറിക്കൽ രണ്ട് ജാതിയാണ്. ഒന്ന് ഹക്കീക്കിയായ കോലം മറിക്കല്, മറ്റൊന്ന് മജാസിയായ കോലം മറിക്കൽ. മിഷ്കാത്തിന്റെ ഷറഹിൽ മിർക്കാത്തിൽ